കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളിപ്പോൾ അധ്യാത്മരാമായണത്തിലത്തെ ആരണ്യകാണ്ഡത്തിലത്തെ 4-ാം സർഗത്തിലത്തെ 40-ാം ശ്ലോകമാണ് നിർത്തിയത്. അപ്പോൾ ആദ്യം 38-39 ഒക്കെ ജ്ഞാനവും വിജ്ഞാനവും എന്താണെന്ന് പറഞ്ഞു അല്ലേ. ജ്ഞാനം ആ ഭഗവത് തത്വം അറിയുക, പിന്നെ വിജ്ഞാനം ആ ഭഗവാൻ തന്നെയാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ പരബ്രഹ്മം തന്നെയാണ് എന്നുള്ള ആദ്യം ജ്ഞാനത്തിൽ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന അറിവ്, പിന്നെ വിജ്ഞാനം എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവമാവുക. അത് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ എന്താണ് ബുദ്ധിവിലക്ഷണൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് ബുദ്ധിവിലക്ഷണ ലക്ഷണം എന്നാണ് 40-ൽ പറഞ്ഞത്. അതായത് ബുദ്ധിവിലക്ഷണൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ ആത്മാവ് സർവത്ര നിറഞ്ഞിരിക്കുന്ന ജ്ഞാനാനന്ദ സ്വരൂപനും, ആത്മാവ് പറഞ്ഞു വെച്ചാൽ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ജ്ഞാനം രൂപം പോണ്ടത് തന്നെയാണ്. പിന്നെ ഒരിക്കലും നാശമില്ലാത്തതും മാറ്റങ്ങളില്ലാത്തവനും അപക്ഷയങ്ങൾ ഇല്ലാത്ത, അപക്ഷയം എന്നുള്ള അങ്ങനത്തെ ഒരു ഉപാധികളില്ലാത്തവനും, പിന്നെ ബുദ്ധി മുതലായവയുടെ ധർമ്മങ്ങളായിട്ടുള്ള ഈ രാഗദ്വേഷാദികൾ, അതായത് കാമക്രോധ ലോഭമത മോഹമാത്സര്യങ്ങളൊന്നും തന്നെ സ്പർശിക്കപ്പെടാത്തവനും, ജന്മജരാദി ഒരു വികാരങ്ങൾക്ക് അധീനനല്ലാത്തവനും ആകിയിരുന്നു ആണ്. അങ്ങനത്തെ ആളാണ് ബുദ്ധിയാദി വിലക്ഷണൻ എന്ന് പറഞ്ഞാലെന്നർത്ഥം. ആത്മാവ് സർവത്വം നിറഞ്ഞിരിക്കുന്നവനാണ് എന്നുള്ള ആ ആത്മാവ് തന്നെയാണ് ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ എന്താ, പിന്നെന്താ, ആത്മാവിന് നാശമില്ലല്ലോ, അപക്ഷയങ്ങളൊന്നുമില്ല, പിന്നെ രാഗദ്വേഷാദികളില്ല, പിന്നെ ജന്മജരാദി ഒരു വികാരങ്ങളും ഇല്ല എന്നാണ്. അതാണ് ബുദ്ധിയാദി വിലക്ഷണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു നമ്മൾ 41. സ്വപ്രകാശേന ദേഹാദീൻ ഭാസയന്നന അനപാവൃത ഏക ഏവാദ്വിതീയശ്ച സത്യജ്ഞാനാദിലക്ഷണഃ. ദേഹാദികളെ സ്വപ്രകാശേന തൻ്റെ പ്രകാശം കൊണ്ട് ഭാസയൻ പ്രകാശിപ്പിക്കുന്നവനും, അനപാവൃത മറയ്ക്കപ്പെടാത്തവനും, അതായത് മായ എത്ര മറച്ചാലും മറക്കാൻ പറ്റാത്തതും, ഏകഃ ഏവ ഏകനും, അദ്വിതീയഃ ച അദ്വിതീയനും, സത്യജ്ഞാനാദിലക്ഷണ സത്യം ജ്ഞാനം എന്നീ ലക്ഷണങ്ങളോട് കൂടിയവനുമാകുന്നു. എന്താ പറയണേ, അതായത് സ്വയംപ്രകാശ സ്വരൂപിയാണ് ആ ആത്മാവ്. അപ്പോൾ സ്വയംപ്രകാശ സ്വരൂപിയായി ഇരുന്നിട്ട് നമ്മുടെ എല്ലാം ദേഹങ്ങളെ പ്രകാശിപ്പിച്ചും, സ്വയംപ്രകാശം ത്തിന് യാതൊരു ലിമിറ്റേഷനും ഇല്ലയെന്ന്, ഒന്നിനും ആ സ്വയംപ്രകാശ സ്വരൂപിയെ മറയ്ക്കാൻ പറ്റില്ല. ആത്മാവ് അങ്ങനത്തെ, അതായത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, ഉപാധികളാൽ മറയ്ക്കപ്പെടാതെയും ഇരിക്കുന്ന എന്നർത്ഥം. ആ ആത്മാവ് ഏകനും അദ്വിതീയനും സത്യം ജ്ഞാനം അനന്തം ആനന്ദം എന്നുള്ള എല്ലാ ലക്ഷണങ്ങളോട് കൂടിയവനുമാകുന്നു എന്നാണ് പറഞ്ഞത്. ആത്മാവ് സ്വയം പ്രകാശ സ്വരൂപിയായി നിന്നുകൊണ്ട് നമ്മുടെ ദേഹങ്ങളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. മാത്രമല്ല യാതൊരു തരത്തിലുള്ള ഉപാധികളും ആ സ്വയം പ്രകാശ സ്വരൂപിയായിട്ടുള്ള സത്യജ്ഞാനാനന്ദ, സത്യം ജ്ഞാനം അനന്തം ആനന്ദം, ഇതിൻ്റെയൊക്കെ ഇത് മുഴുവനായിട്ടുള്ള ആ ഒരു സ്വരൂപമാണ്. സത്യജ്ഞാന അനന്ത ആനന്ദ സ്വരൂപനാണ്. സത്യജ്ഞാനാനന്ദ സ്വരൂപനും അനന്തനുമാണ് അർത്ഥം. അതാണ്, അതായത് ആത്മാവിൻ്റെ ഇത് പറയുകയാണ്. ആരും വേണ്ട, സ്വയംപ്രകാശ സ്വരൂപിയാണ്. പിന്നെയോ സ്വയംപ്രകാശം ജ്ഞാനാനന്ദ സ്വരൂപിയാണ്, അനന്തമാണ് അല്ലേ, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശവും ആണ്. അതാണല്ലോ നമ്മൾ ദീപാരാധനയുടെ പിന്നെ മന്ത്രം അതാണല്ലോ, അല്ലെങ്കിൽ ശ്ലോകം. യത്ര സൂര്യോഭാതി ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം
തസ്യ ഭാസ സർവമിദം വിഭാതി ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം. അതായത് സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ പ്രകാശിക്കില്ല ഈ പ്രകാശം ഇല്ലെങ്കിൽ. ഈ പ്രകാശമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി. അതായത് മിന്നലുണ്ടാവില്ല, മിന്നലിനും പ്രകാശം ഉണ്ടാവില്ല. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി. അഗ്നിയുടെ പ്രകാശത്തിനും കാരണം ഈ സ്വയം പ്രകാശ സ്വരൂപിയാണ്. തമേവ ഭാന്തം അനുഭാതി സർവം. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് അങ്ങ്. തമേവ ഭാന്തം അനുഭാതി തസ്യ ഭാസ സർവമിതം വിഭാതി. അതായത് ഈ സ്വയം പ്രകാശ സ്വരൂപിയുടെ പ്രകാശം കൊണ്ട് ഈ ലോകത്തിൽ എല്ലാം പ്രകാശിക്കുന്നു. അതന്നെയാണ് ഇവിടെയും പറഞ്ഞത് കേട്ടോ. സ്വപ്രകാശേന ദേഹാദീൻ ഭാസയന്നനപാവൃത ഏക ഏവാദ്വിതീയശ്ച സത്യജ്ഞാനാദിലക്ഷണ. പിന്നെന്തൊക്കെ ആത്മാവിൻ്റെ ലക്ഷണം? സത്യമാണ്, ജ്ഞാനാണ്, അനന്താണ്, ആനന്ദമാണ്. ഇനി 42, 43, 44, 45, 46, 47 ഒന്നിച്ചാണ് കേട്ടോ. അസംഗസ്വപ്രഭോ ദ്രഷ്ടാ വിജ്ഞാനേനാവഗമ്യതേ ഉപദേശാദൈക്യജ്ഞാനം യഥാ ഭവേത് ആത്മനോർജീവപരയോർ മൂലാവിദ്യാ തദൈവ ഹി ലീയതേ കാര്യകരണൈ സഹൈവ പരമാത്മനി സാവസ്ഥാമുക്തിരിത്യുക്ത ഹ്യുപചാരോയമാത്മനി ഇദം മോക്ഷസ്വരൂപം ദേ കഥിതം രഘുനന്ദന ജ്ഞാനവിജ്ഞാന വൈരാഗ്യസഹിതം മേ പരമാത്മന കിന്ദ്വേതദുർലഭം മന്യേ മദ്ഭക്തിവിമുഖാത്മനം ചക്ഷുഷ്മതാമപി യഥാ രാത്രൗ സമ്യഗ് ന ദൃശ്യത്തെ പദം ദീപസമേതാനാം ദൃശ്യത്തെ സമ്യഗേവ ഹി ഏവം മദ്ഭക്തിയുക്താനാമാത്മാ സമ്യക് പ്രകാശത്തെ മദ്ഭക്തേഃ കാരണം കിഞ്ചിത് വക്ഷ്യാമി ശൃണു തത്വതഃ. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. അസംഗഃ മീൻസ് ആരോടും ചേർച്ചയില്ലാത്തവൻ, സ്വപ്രഭ സ്വയം പ്രകാശം ചൊരിയുന്നവൻ, ദ്രഷ്ട എല്ലാറ്റിൻ്റെയും സാക്ഷി, വിജ്ഞാനേന അവഗമ്യതേ അനുഭവം കൊണ്ട് മാത്രം അറിയപ്പെടുന്നവൻ, ആചാര്യശാസ്ത്രോപദേശാൽ ആചാര്യൻ്റെയും ശാസ്ത്രവും ഉപദേശിക്കൽ നിന്ന് ജീവപരയോഹോ ആത്മനോഹോ ജീവപരാത്മാക്കളുടെ ഐക്യജ്ഞാനം, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ആ ബോധം യഥാ ഭവേദ് എപ്പോൾ ഭവിക്കുമോ തഥാ ഏവ അപ്പോൾ തന്നെ മൂലാവിദ്യ ആ മൂലാജ്ഞാനം കാര്യകരണൈഹി സഹ കാര്യകരണങ്ങളോടുകൂടെ, അതായത് മായയെ പറ്റിയിട്ടുള്ള അറിവേ പരാത്മനി പരാത്മാവിൽ ലീയതേഹി ലയിക്കുന്നു നിശ്ചയം. സാ അവസ്ഥ ആ അവസ്ഥ മുക്തി ഇതി ഉക്ത്വ മുക്തി എന്ന് പറയപ്പെട്ടിരിക്കുന്നു. രഘുനന്ദന ഹേ ലക്ഷ്മണ ജ്ഞാനവിജ്ഞാന സഹിതം ജ്ഞാനവിജ്ഞാനങ്ങളോടുകൂടിയ പരമാത്മനഃ മേ പരമാത്മാവായ എൻ്റെ സ്വരൂപം തേ കഥിതം നിനക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇപ്പോൾ അയം ആത്മനി ഉപചാര ഇത് ആത്മാവിൽ ഉപചാരം മാത്രം. കിന്തു ഏതത് എന്നാൽ ഇത് മത് ഭക്തി വിമുഖാത്മനാം എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് ദുർലഭം മന്യേ ഭക്തിയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. വളരെ ദുർലഭമായിട്ടേ കിട്ടുവാൻ പ്രയാസമെന്ന് ഞാൻ വിചാരിക്കുന്നു ഭക്തിയില്ലാത്തവർക്ക്. ചക്ഷുഷ്മതാം അഭി കണ്ണുള്ളവർക്കും രാത്രിയിൽ പദം കാൽ സമ്യക് ന ദൃശ്യതേ യഥ നന്നായി കാണില്ല. കണ്ണുണ്ടെങ്കിൽ നമുക്ക് രാത്രി കണ്ണ് കാണില്ലല്ലോ. ദീപസമേതാനാം ദീപത്തോടു കൂടിയവർക്ക് കയ്യിൽ വിളക്കുണ്ടെങ്കിൽ സമ്യക് ദൃശ്യതേ ഏവ നന്നായി കാണാം. ഏവം മത് ഭക്തിയുക്താനം ഇതുപോലെയാണ് എന്നോട് ഭക്തിയുള്ളവർക്ക് ആത്മാ സമ്യക് പ്രകാശത്തെ ആത്മാവ് നന്നായി പ്രകാശിക്കുന്നു. ആത്മാവിനെ അറിയാൻ കഴിയും എന്നിൽ ഭക്തിയുള്ളവർക്ക്. മത്
ഭക്തേ എന്നിൽ ഭക്തിക്ക് കിഞ്ചിൽ കാരണം ചില കാരണത്തെ വക്ഷ്യാമി ഞാൻ പറയാം തത്വദാശൃണു അത് കേട്ടാലും. അതായത് എന്നിൽ ഭക്തിയുള്ളവർക്ക് ആത്മാവിനെ വേഗം ലഭിക്കും. ആ ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടതെന്നും കൂടി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് നിർത്തണം. നമുക്ക് നോക്കാം ഇതിൻ്റെ അർത്ഥം ഒന്നും കൂടി നോക്കാം. എന്താ അറിയോ, ഇന്ദ്രിയങ്ങളായിട്ട് ആത്മാവിന്, അതാണ് ചേർച്ചയില്ല പറഞ്ഞത്, അസംഖ. അതായത് ഇന്ദ്രിയങ്ങളായിട്ടും ദേഹമായിട്ടൊന്നും ആത്മാവിന് ബന്ധമില്ല. ആത്മാവ് വേറിട്ട് നിൽക്കുകയാണ്. ഈ ദേഹേന്ദ്രിയാദികളായിട്ട് ആത്മാവിന് ബന്ധമില്ല, ആദ്യത്തെ കാര്യം. പിന്നെ സ്വയം പ്രകാശ സ്വരൂപിയാണ്. അതായത് വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല ആത്മാവിന് പ്രകാശിക്കാൻ. സൂര്യചന്ദ്രന്മാർക്കൊക്കെ ഈ ആത്മാവ് പരമാത്മ ചൈതന്യം വേണം പ്രകാശിക്കാൻ. പക്ഷേ പരമാത്മ ചൈതന്യത്തിന് അത് വേണ്ട, സ്വയം പ്രകാശ സ്വരൂപിയാണ്. സകല ഈ ലോകത്തിൽ നടക്കണ സകല കാര്യങ്ങളുടെയും സാക്ഷിയാണ് ഈ ആത്മാവ്. സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്നാണ് പറയുന്നത്. അതായത് ജ്ഞാനം ഉദിച്ചാൽ അത് നല്ലോണം മനസ്സിലാവും, സാക്ഷി മാത്രമാണ് ആത്മാവെന്ന്. ആചാര്യനും ശാസ്ത്രമൊക്കെ ഉപദേശിക്കണ ഈ മഹാവാക്യങ്ങളൊക്കെ കേട്ട് അതിനെപ്പറ്റി മനനവും നിധിധ്യാസനമൊക്കെ ചെയ്താൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്, രണ്ടല്ല എന്ന് അനുഭവം ഉണ്ടാവും. അപ്പോൾ ഈ അജ്ഞാനം, അതാണ് മൂലാവിദ്യ പറഞ്ഞത്, അതായത് മായ. അജ്ഞാനം അല്ലെങ്കിൽ ആ അവിദ്യ, മൂലാവിദ്യ എന്ന് പറഞ്ഞില്ലേ. മൂലാവിദ്യ പറഞ്ഞാൽ മൂലമായ അവിദ്യ. അവിദ്യ വെച്ചാൽ തന്നെയാണല്ലോ അജ്ഞാനം അല്ലെങ്കിൽ മായ അർത്ഥം. മായ കൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ഈ ശാസ്ത്രങ്ങളിലത്തെ മഹാവാക്യങ്ങളൊക്കെ കേട്ട് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്താൽ നമുക്ക് തന്നെ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഈ മായ, അതാണ് മൂല അവിദ്യ എന്ന് പറഞ്ഞ ആ അജ്ഞാനം, ഈ ദേഹേന്ദ്രിയങ്ങളോട് കൂടി പരമാത്മാവിലാണ് അജ്ഞാനം ലയിക്കും. അജ്ഞാനം ലയിച്ചാലോ ജ്ഞാനം ഉദിക്കല്ലേ. ഈ സ്ഥിതിയാണ്, അതായത് ഈ മായയെ മുഴുവൻ ജയിച്ച് നമ്മൾ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതായത് മായയ്ക്ക് അതീതമായിട്ട് ജീവാത്മാവ് പോയിട്ട് മായയ്ക്ക് അതീതമായി സ്വയം പ്രകാശസ്വരൂപിയായിരുന്ന പരമാത്മാവിൽ ലയിക്കുന്നതാണ് മോക്ഷം. വാസ്തവത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറയണത് ശരിക്കൊരു ഉപചാരം പോലെയാണ്. എന്താ വെച്ചാൽ കഴുത്തിൽ കിടക്കണ ഒരു ആഭരണത്തിനെ നമ്മൾ കാണാതെ എല്ലാ ദിക്കിലും പോയി തിരയുമ്പോൾ അത് കണ്ടൊരാൾ നിങ്ങളുടെ കഴുത്തിൽ കിടക്കണമെന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നമ്മളത് അറിയാതെ തിരഞ്ഞ് നടക്കുകയാണ്. അതങ്ങടെ അറിഞ്ഞാൽ ഇപ്പോൾ കഴുത്തിൽ ഒരാളുടെ കഴുത്തിൽ മാല ഉണ്ട്, അത് ഓർമ്മയില്ല. അതിങ്ങനെ നമ്മൾ കണ്ണടയൊക്കെ പതിവുണ്ടല്ലോ, കണ്ണുമ്പിലുണ്ടെങ്കിൽ കണ്ണട നോക്കി നടക്കും. കാണുമോ, കണ്ണുമ്പോൾ തന്നെയാണെന്ന് മനസ്സിലാവുമ്പോഴോ സന്തോഷമാവും ഇല്ലേ. അതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ സ്വയം പ്രകാശസ്വരൂപി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതറിയാതെ നമ്മൾ നമ്മളെ ഈ കാര്യകാരണങ്ങൾ, അതായത് ഈ എന്താണ് ദേഹേന്ദ്രിയ സംബന്ധാദിയായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് വേറിട്ടിട്ട് സ്വയം പ്രകാശസ്വരൂപിയായിട്ട് നിൽക്കാതെയുള്ള ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് വന്നപ്പോഴാണ് നമുക്ക് മായാബന്ധം ഉണ്ടാവുന്നത്. ആ പരമാത്മാവിനെയാണ് ഞാൻ എന്നറിഞ്ഞു കഴിഞ്ഞാൽ മുക്തിയായി. അപ്പോൾ ബന്ധവും മോക്ഷവും ഒക്കെ മനസ്സിൻ്റെ കൽപ്പിതമാണെന്ന് പറയാണ്. അതായത് ഒന്നേ ഉള്ളൂ, നമുക്ക് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുകയാണേ. അപ്പം ശരിക്കും പറയാച്ചാൽ ഈ ബന്ധനെന്നോ മോക്ഷമെന്നോ പറയണതിന് തന്നെ അർത്ഥമില്ല. കാരണം ശരിക്കും ബന്ധനത്തിന് രണ്ടാമതൊന്നില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ബന്ധനം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രണ്ടാമതൊന്നില്ല ഇവിടെ. ആകെ ആ ആത്മാവ് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ആ സത്യജ്ഞാന അനന്ത ആനന്ദസ്വരൂപം മാത്രമേ ഉള്ളൂ. ഹേ ലക്ഷ്മണ, ഈ ജ്ഞാനവും സമാധിയിൽ നിന്നുണ്ടാകുന്ന അനുഭവത്തിൻ്റെയും സ്വരൂപമാണ് ഞാൻ. ആ സ്വരൂപത്തിനെ പറ്റി ഞാനിപ്പോൾ വിസ്തരിച്ച് പറഞ്ഞു തന്നു. എങ്കിലും
എന്നോട് ഭക്തി ഇല്ലാത്തവർക്ക് ഈ പരമാർത്ഥം അറിയാൻ പ്രയാസമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കണ്ണുള്ളവർക്കും ഒരു ദീപം ഇല്ലെങ്കിൽ, ഒരു വിളക്കില്ലെങ്കിൽ കാണാൻ കഴിയുമോ? കാണാൻ ഒന്നും പറ്റില്ലല്ലോ. കണ്ണുണ്ടോ നമുക്ക്? പക്ഷെ കൂരിട്ടിട്ട് നമുക്ക് വിളക്കില്ലാതെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. അതാണ് അതായത് കണ്ണുള്ളവർക്ക് രാത്രി ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ വിളക്കുള്ളവർക്ക് ആ കണ്ണുപയോഗിച്ച് നല്ലോണം കാണാം. ഇതുപോലെയാണ് എന്നിൽ ഭക്തിയുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം സാധിക്കും. രാത്രിയിൽ ഇപ്പം നമുക്ക് രാത്രി വഴിയിൽ എന്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ നമുക്ക് കണ്ണ് മാത്രം പോരല്ലോ, വെളിച്ചം കൂടി വേണ്ടേ? അതുപോലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നമ്മൾ നടക്കുമ്പോൾ ആത്മാവിനെ അനുഭവിച്ചറിയാൻ ഭക്തി തന്നെ വേണം. ഭക്തിയാകുന്ന ദീപം അതിനെ സഹായിക്കുമെന്ന് പറയുകയാണ്. അതാണ് പറയണത്. അജ്ഞാനാന്ധകാരത്തിൻ്റെ ആ മറവിലാണ് ആത്മാവിരിക്കണതേ. ആ മറവ് നീക്കാൻ ദീപം വേണം. ആ ദീപമാണ് ഭക്തി. അജ്ഞാനാന്ധകാരത്തിൻ്റെ മറവിലിരിക്കുന്ന ആത്മാവിനെ കാണാൻ ഭക്തിയാകുന്ന ദീപം സഹായിക്കും എന്ന് നീ മനസ്സിലാക്കൂ. നീ ഒന്നും പറയണ്ട, എന്നിൽ ഭക്തി ഉണ്ടാവാനുള്ള കാരണവും ഞാൻ നിനക്ക് പറഞ്ഞു തരാം, കേട്ടാലും എന്ന് പറഞ്ഞു. ഭക്തി കൊണ്ട് ആത്മാവിനെ അറിയാൻ എളുപ്പമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വിഷമാണെന്ന് തന്നെ പറഞ്ഞുവല്ലോ. എന്താ വെച്ചാൽ രാത്രി കണ്ണ് കാണാത്ത പോലെയാണ്, വെളിച്ചുണ്ടെങ്കിൽ കണ്ണ് കാണും ചെയ്യും. അതുപോലെയാണ് അജ്ഞാനാന്ധകാരത്തിൽ നടക്കണം. നമുക്ക് ഭക്തി എന്ന ദീപം നമ്മളെ ആ അജ്ഞാനാന്ധകാരത്തിൽ മറിഞ്ഞു കിടക്കുന്ന ആത്മാവിനെ കാണാൻ നമ്മളെ സാധിക്കും. ഇനി എങ്ങനെയാണ് ഭക്തി ഉണ്ടാവാനുള്ള കാരണവും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഭക്തി ഉണ്ടായാൽ നിനക്കത് കിട്ടുമല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അനവധി കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ അല്ലേ. അതായത് ഇന്ദ്രിയാദികളോട് ആത്മാവിനെ, അതായത് ദേഹമായിട്ട് ആത്മാവിനെ ചേർച്ചല്ല, സ്വയം പ്രകാശ സ്വരൂപിയാണ്, എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ്. നിനക്ക് എപ്പോഴാണ് ഈ സമാധിയിൽ ഈ ആത്മാനുഭവം ഉണ്ടാവണം വെച്ചാൽ അത് അപ്പം ഈ പരമാർത്ഥം മനസ്സിലാവും. പിന്നെ മഹാവാക്യങ്ങൾ ശ്രവണവും മനനവും നിധിധ്യാസനവും കൊണ്ട് നമുക്ക് ജീവാത്മാവും പരമാത്മാവും ഒന്നാന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കും. പക്ഷേ ഈ പിന്നെ ബന്ധനം മോക്ഷം എന്നൊക്കെ പറയണത് വെറും 2 വാക്കുകളേ ഉള്ളൂ. കാരണം ശരിക്കതില്ല. ഒറ്റ പിന്നെ ഈ അദ്വൈത ശക്തി മാത്രമേ ഉള്ളൂ. ഏത്? സത്യജ്ഞാനാനന്ദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ അദ്വൈത ശക്തി മാത്രമേ ഉള്ളൂ. അപ്പം ബന്ധനം മോക്ഷം എന്ന് പറയുന്ന അർത്ഥമില്ല എന്ന് പറയുകയാണ്. പിന്നെയാണ് പറഞ്ഞത് എന്താണ്, പിന്നെ എൻ്റെ ഈ മോക്ഷസ്വരൂപം ഞാൻ പറഞ്ഞു. ഭക്തിയുള്ളവർക്ക് ഈ ആത്മാവിനെ അറിയാനും ആത്മസാക്ഷാത്കാരത്തിനും എളുപ്പമാണ്. ഭക്തി ഇല്ലാത്തവർക്ക് വിഷമാണ്. ഏതുപോലെ വെച്ചാൽ കണ്ണുണ്ടെങ്കിലും ഇരുട്ടത്തെ കണ്ണ് കാണില്ലല്ലോ, വെളിച്ചം വേണ്ടേ? അതുപോലെ അജ്ഞാനമാവുന്ന അന്ധകാരത്തിൽ മുങ്ങി നടക്കണം നമുക്ക് ഈ ഭക്തി എന്ന ദീപം ആത്മാവിനെ കാണാൻ വളരെ ഉപകരിക്കും. അത് ഞാൻ ഈ ഭക്തിക്ക് ഉള്ള കാരണവും ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ 6-7 ശ്ലോകം വായിച്ചിട്ട് പിന്നത്തേക്ക് പോവാൻ സമയമുണ്ടെങ്കിൽ പോവാം. അസംഗസ്വപ്രഭോ ദ്രഷ്ടാ വിജ്ഞാനേനാവഗമ്യതേ ആചാര്യശാസ്ത്രോപദേശാദൈക്യജ്ഞാനം യഥാ ഭവേൽ. അതാണ് അറിയോ, അസംഗാണമൊക്കെ പറഞ്ഞു. പിന്നെ ഈ ശാസ്ത്രത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വേദാന്തവാക്യങ്ങളെ മനനം ചെയ്ത് കേട്ട് ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യുമ്പോൾ ഈ അറിവുണ്ടാവും എന്ന് പറയാം. ആത്മനോർ ജീവപരയോർ മൂലാവിദ്യ തദൈവഹി. അപ്പോൾ ആ മൂല അവിദ്യ മാറും, അജ്ഞാനം മാറും. ലീയതേ, എല്ലാം പരമാത്മാവിലേക്കും. കാര്യകരണൈ സഹൈവ പരമാത്മനി, പരമാത്മാവ് മാത്രമായി തീരും. ജീവാത്മാവ് ദേഹേന്ദ്രിയാദികളൊക്കെ അതിൽ ലയിക്കും. പിന്നെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. സാവസ്ഥ മുക്തിരിത്യുക്തോ, അതിനാണ് മുക്തി എന്ന് പറയുക. പക്ഷെ വലിയ അർത്ഥമൊന്നുമില്ല പറയണേനെ, കാരണം രണ്ടാമതൊന്നുമില്ല ഇവിടെ നിന്ന്. ഹ്യുപചാരോ, അത് വെറും ഉപചാരമാണെന്ന്. ഹ്യുപചാരോയമാത്മനി ഇതം മോക്ഷസ്വരൂപം തേ കഥിതം രഘുനന്ദന. ഇങ്ങനെ ഞാൻ മോക്ഷസ്വരൂപം നിനക്ക് പറഞ്ഞു തന്നു. ജ്ഞാനവിജ്ഞാന വൈരാഗ്യ സഹിതം മേ പരമാത്മന കിന്ദ്വേദ ദുർലഭം മന്യേ മദ്ഭക്തി വിമുഖാത്മനാം. ഇങ്ങനെ ജ്ഞാനവിജ്ഞാന സഹിതമായ അല്ലെങ്കിൽ വിജ്ഞാന വൈരാഗ്യ സഹിതമായ
എൻ്റെ ഈ പരമാത്മാവിനെ അറിയാൻ ഭക്തി ഇല്ലാത്തവർക്ക് പറ്റില്ല. ചക്ഷുഷ്മതാമപി യഥാ രാത്രൗ സമ്യക് ന ദൃശ്യതേ പദം ദീപസമേതേനാം ദൃശ്യതേ സമ്യഗേവഹി. രാത്രി കണ്ണുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചമില്ലെങ്കിൽ കണ്ണ് കാണാത്ത പോലെ അജ്ഞാനാന്ധകാരത്തിൽ നടക്കുന്നവർക്ക് ഭക്തിയാകുന്ന ദീപം വെളിച്ചം കാണിക്കും. അതായത് ഭക്തിയില്ലാത്തവരെ അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് കയറാൻ വളരെ വിഷമാണ്. അജ്ഞാനാന്ധകാരത്താൽ മറച്ചിരിക്കുകയാണ്. അപ്പോൾ ദീപം കൊണ്ട് ആ അന്ധകാരത്തിനെ മാറ്റിയാൽ എന്നെ കാണാം. ഭക്തിയാകുന്ന ദീപം. ഏവം മദ്ഭക്തിയുക്താനാം ആത്മാ സമ്യക് പ്രകാശതേ മദ്ഭക്തേഹ കാരണം കിഞ്ചിത് വക്ഷ്യാമി ശൃണു തത്വതാ. ഇങ്ങനെ ഭക്തിയുള്ളവർക്ക് സാധിക്കുന്ന ഈ ആത്മസാക്ഷാത്കാരം, ആ ഭക്തി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഞാൻ പറയാം, നീ വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ നിർത്താൻ തോന്നുന്നു. അല്ലെങ്കിൽ 48, 49, 50 കൂടിയും ചെയ്യാം. മദ്ഭക്ത സംഗോ മത്സേവ മദ്ഭക്താനം നിരന്തരം ഏകാദശുപവാസാദി മമ പർവാനുമോദനം മൽക്കഥാശ്രവണേ പാഠേ വ്യാഖ്യാനേ സർവദാ രതി മത്പൂജാ പരിനിഷ്ഠാ ച മമ നാമാനുകീർത്തനം ഏവം സതതയുക്താനം ഭക്തിരവ്യഭിചാരിണി മയി സംജായതേ നിത്യം തഥാ കിമവശിഷ്യതേ. ഭക്തിയുടെ കാരണങ്ങൾ ഉണ്ടാവാനും കൂടി പറയുന്നുണ്ട് കേട്ടോ. എന്താ ഭക്തി ഉണ്ടാവാനുള്ള ഉപായങ്ങൾ? മദ്ഭക്ത സംഘ, എൻ്റെ ഭക്തന്മാരുടെ സംഘം. മത്സേവ, എന്നെ ഉപാസിക്കുക. മദ്ഭക്താനം നിരന്തരം സേവ, എൻ്റെ ഭക്തന്മാരെ സേവിക്കുക. ഏകാദശി ഉപവാസാദി, ഏകാദശി മുതലായ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുക. പർവാനുമോദനം, എൻ്റെ ഉത്സവാദികളെ ആഘോഷിക്കുക. മൽ കഥാശ്രവണേ പാഠേ വ്യാഖ്യാനേ സർവദാ രതി, എൻ്റെ കഥ കേൾക്കുന്നതിലും പഠിക്കുന്നതിലും പറയുന്നതിലും എപ്പോഴും താൽപ്പര്യം. മത് പൂജ പരിനിഷ്ഠാച്ച, എൻ്റെ പൂജയിൽ താൽപ്പര്യം. മമ നാമാനുകീർത്തനം, എൻ്റെ നാമം ജപിക്കുക. ഏവം സതതയുക്താനം, ഇപ്രകാരം എപ്പോഴും ചെയ്യുന്നവർക്ക് മയി അവ്യഭിചാരിണി ഭക്തി സഞ്ജായത, എന്നിൽ ഇളക്കമില്ലാത്തതായ ഭക്തി ഉണ്ടാകുന്നു. തതക്കിം അവശിഷ്യതേ, അതിൽ മീതെ എന്താണുള്ളതാണ്? ആ അനന്യമായിട്ടുള്ള ഭക്തി ഉണ്ടാവുന്നതിലും മീതെ എന്താ ഉള്ളതാണെന്ന് ചോദിക്കണം. അതായത് എന്തൊക്കെയാണ് ആ ഭക്തി ഉണ്ടാവാൻ വേണ്ടത്? എൻ്റെ ഭക്തന്മാരോടുള്ള സംസർഗം, എന്നെ സേവിക്കുക, എൻ്റെ ഭക്തന്മാർക്ക് നിരന്തരം സേവ ചെയ്യുക, ഏകാദശി മുതലായ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുക, എൻ്റെ ജന്മദിനാഘോഷം മുതലായ ഉത്സവങ്ങളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിക്കുക, എൻ്റെ കഥകൾ കേൾക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, പറയുക. ഇതൊക്കെ അതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ പൂജയിൽ താല്പര്യം ഉണ്ടാവുക, എൻ്റെ നാമങ്ങൾ ധാരാളം സങ്കീർത്തനം ചെയ്യുക. ഇങ്ങനെ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ മനസ്സ് വെച്ച് ജീവിക്കുന്നവർക്ക് എന്നിൽ അനന്യഭക്തി ഉണ്ടാവും, ദൃഢമായ ഭക്തി ഉണ്ടാവും. ഈ ഭക്തി ഉണ്ടായാൽ പിന്നെ ഉണ്ടാകേണ്ടതായിട്ട് മറ്റെന്താണ് ഉള്ളത്? ഒന്നുമില്ല. ഭക്തി തന്നെയാണ് ജ്ഞാനസാധനം. മുഖ്യമായിട്ടുള്ള ജ്ഞാനസാധനം ഭക്തി തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് നിർത്താം, അല്ലേ? അതാ ഭക്തി ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു. എന്തൊക്കെയാ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുത്തു, നമുക്കും പറഞ്ഞു തന്നു. ഭക്തന്മാരുള്ള സംസർഗം, ഭഗവത് സേവ, ഭക്തന്മാരെ സേവിക്കുക, ഏകാദശി മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കുക, എൻ്റെ ആഘോഷങ്ങൾ ജന്മദിനമൊക്കെ ആഘോഷിക്കുക, എൻ്റെ കഥകൾ കേൾക്കുക, പഠിക്കുക, പറയുക, വ്യാഖ്യാനിക്കുക, അതൊക്കെ ചെയ്യുക. പൂജയിൽ താല്പര്യം, നാമസങ്കീർത്തനം ചെയ്യുക. ഇങ്ങനെ എല്ലായ്പ്പോഴും ഭഗവാനെ തന്നെ ഒരു കേന്ദ്രബിന്ദുവായിട്ട് ജീവിതം അങ്ങനെ നയിച്ചാൽ നല്ല ദൃഢമായ ഭക്തി എന്നിലും ഉണ്ടാവും. അങ്ങനെ ദൃഢഭക്തി ഉണ്ടാവണേലും മീതെ യാതൊരു ഇതുമില്ല. അതന്നെയാണ് ജ്ഞാനത്തിന്, മോക്ഷത്തിന് പ്രധാന കാരണം. ഈ ഭക്തി തന്നെയാണ് മുഖ്യമായിട്ടുള്ള ജ്ഞാനസാധനം അല്ലെങ്കിൽ മോക്ഷസാധനം എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിന്ന് നിർത്താം. ആ 3 ശ്ലോകം കൂടിയും വായിച്ചിട്ട്. മദ്ഭക്ത സംഗോ മത്സേവ മദ്ഭക്താനം നിരന്തരം ഏകാദശി ഉപവാസാദി മമ പർവാനുമോദനം മൽക്കഥാശ്രവണേ പാഠേ വ്യാഖ്യാനേ സർവദാ രതി മത്പൂജാ പരിനിഷ്ഠാ ച മമ നാമാനുകീർത്തനം
ഏവം സതതയുക്താനാം ഭക്തിരവ്യഭിചാരിണി മയി സംജായതേ നിത്യം തഥാ കിമവശിഷ്യതേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.